वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। ച്യവനൻ പ്രദർശിപ്പിച്ച സാധാരണ ലൗകിക വികാരങ്ങൾ ജീവികളിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് സംക്രമിച്ച വികാരങ്ങളുടെ സമയോചിതമായ പ്രതിഫലനമായിരുന്നു എന്നതാണ് ആ കഥയിലെ ഒരു വസ്തുത. അർജുനനോട് ദ്രോണർക്ക് വലിയ പക്ഷപാതമുണ്ടായിരുന്നു. എല്ലാ ശിഷ്യന്മാരോടും അദ്ദേഹം വേണ്ടത്ര നിഷ്പക്ഷതയോടുകൂടി പെരുമാറിയില്ല. നിഷ്പക്ഷതയും നീതിബോധവുമുള്ള ആചാര്യനായിരുന്നില്ല ദ്രോണർ എന്നത് പൊതുവെയുള്ള ഒരു ആരോപണമാണ്. KV പുട്ടപ്പ, പുട്ടും പുള്ളിയുമായിട്ട് യാതൊരു പുട്ടപ്പ, കടലയപ്പ, അങ്ങനെ കടലയപ്പൻ ഇല്ല, ഇത് പുട്ടപ്പൻ മാത്രമേ ഉള്ളൂ. KV പുട്ടപ്പ അദ്ദേഹം എഴുതിയ രാമായണം കർണാടകത്തിലെ കർണാടകത്തിലെ മഹാകവി, വലിയ ജ്ഞാനപീഠ സമ്മാനം അദ്ദേഹത്തിന് വളരെ കൊല്ലത്തിന് മുമ്പ് കിട്ടിയ ലഭിച്ച് 1969 അദ്ദേഹത്തിന് ജ്ഞാനപീഠ സമ്മാനം കുറുമാഷ കിട്ടിയതിൻ്റെ അടുത്ത കൊല്ലമാണ്. 20,300 വരികളുള്ള ഒരു ബൃഹത് കാവ്യമാണ്. അതിൻ്റെ പേര് രാമായണ ദർശനം എന്നാണ് കാവ്യത്തിൻ്റെ പേര്. ആ കാവ്യത്തിൽ അദ്ദേഹം രാമായണം കഥയെ വല്ലാതെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ബാലിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രീരാമൻ വിഷമിച്ചു. ബാലിയുടെ ചോദ്യങ്ങളെ അദ്ദേഹം അംഗീകരിച്ചു. ബാലിയെ കൊന്നത് അധാർമികമാണ് എന്ന് ബാലിയുടെ അടുത്ത് ശ്രീരാമനെ ബാലി ചോദ്യം ചെയ്തപ്പോൾ സമ്മതിക്കുകയാണ്. അതാണ് ഒരു വ്യതിയാനം. സീത അഗ്നിപ്രവേശം ചെയ്തപ്പോൾ രാമനും കൂടി ആ അഗ്നിയിൽ ചാടി മരിച്ചു. രാമൻ വെറുതെ നിന്നില്ല ആ സമയത്ത്. ഭാര്യയോടുള്ള മറ്റേ സതി അനുഷ്ഠിക്കലിൻ്റെ നേരെ മറിച്ചുള്ളൊരനുഷ്ഠിക്കലാണ് സതൻ. മറ്റേത് സതിയാണെങ്കിൽ ഇത് സതൻ അനുഷ്ഠാനം. അങ്ങനെ സദാനുഷ്ഠാനത്തിൽ അദ്ദേഹം കയറി ഇതിൽ ചാടി അങ്ങ് മരിക്കുകയാണ്. ഇങ്ങനെ പലതരത്തിലും രസകരമായ ഒരു കാവ്യമാണ് ഈ രാമായണ ദർശനം. ഇതിനാണ് പുട്ടപ്പ ഇതിൻ്റെ ഒരു രഹസ്യം മനസ്സിലാക്കാത്ത പോലെ ഉണ്ടല്ലോ. ഇപ്പം ജനക മഹാരാജാവ് പറയുന്നുണ്ട്, സീതയോ രാമനെയോ പരീക്ഷിക്കാൻ അഗ്നി സമർത്ഥനല്ല, നേരെ മറിച്ച് അഗ്നിയെ അവർ പരീക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വൈഭവമാണ് ഈ സീതാരാമന്മാർക്കുള്ളത്. അപ്പോൾ അഗ്നിയിൽ ചാടി അവർ ത്യാഗം ചെയ്തു എന്നുള്ളത് വിശ്വസിക്കാൻ വയ്യ. അഗ്നി നടന്നല്ലോ. പഞ്ചഭൂതങ്ങളിൽ ഒരാൾ മാത്രമാണ് അഗ്നി. അതെ, വിശ്വസിക്കുമോ വിശ്വസിക്കില്ലയോ എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അദ്ദേഹം രാമായണത്തിന് അങ്ങനെ ഒരു വ്യാഖ്യാനമാണ് കൊടുത്തത്. അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാം, പ്രത്യേകിച്ചും വാൽമീകി സ്ഥലത്തില്ലാത്ത സ്ഥിതി. അതിനെന്തെങ്കിലും ന്യായീകരണം പറയുന്നുണ്ടോ സാർ? ന്യായീകരണമൊന്നുമില്ല. രാമൻ നിങ്ങൾ വാൽമീകിയുടെ രാമനല്ലേ ഈ രാമൻ? അതെ, അറിയാം രാമൻ. ഇത് പുട്ടപ്പരാമൻ. അതെ, തമിഴിൽ അതുപോലെ ഒരു രാവണനുണ്ടല്ലോ, സീതയുടെ അച്ഛൻ. അതെ, അങ്ങനെ ഉണ്ട്. അയോധ്യയുടെ രാജാവ് തന്നെ ആയിരുന്നില്ലേ ഇതിനകത്തും? പിന്നെ തമിഴിൽ കീമായണവും അതുമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിലും രാമായണത്തിൽ മാറ്റം വരുത്തിയിട്ടാണ്. ഇത് വളരെ ഭാവനാത്മകമായ കാവ്യമാണ് സംഗതി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആളുകളെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും വായിക്കുന്നവർക്ക് പ്രചോദനം നൽകുകയും രസാസ്വാദം സാധ്യമാവുകയും ചെയ്യുന്ന തരത്തിൽ മഹനീയമായ ഒരു കൃതിയാണ്. പക്ഷേ രാമായണം അദ്ദേഹം അലങ്കോലപ്പെടുത്തി എന്നുള്ളത് മാത്രമേ.
അങ്ങനെ അലങ്കോലപ്പെടുത്താൻ എല്ലാവർക്കും അവകാശമുള്ളതുമാകുന്നു. ഇപ്പം ഈ പുറമ്പോക്ക് ഭൂമി പോലെയാണ്. ഈ ഭീമനെ കുറിച്ച് നമ്മുടെ ആള് നോവൽ എഴുതിയില്ലേ, രണ്ടാം മുഴുവൻ. അതെ, പുറമ്പോക്ക് ഭൂമിയിൽ കയറി ആർക്കും എന്തും ആവാം. എങ്കിലും അവസാനം ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ഈ പുറമ്പോക്കിൽ വന്ന് താമസിക്കുന്നവരെ ഇറക്കി വിടാൻ നിയമം സഹായിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇറക്കി വിടാറില്ല എന്ന് മാത്രമേ. ഗവൺമെൻറ് നിലനിൽക്കുന്നതിനെ വോട്ടിൻ്റെ പുറത്തായതുകൊണ്ട് വോട്ട് കുറയണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറക്കി വിടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാമായണം എന്ന പുറമ്പോക്ക് ഭൂമിയിൽ കയറി ആർക്കും എന്ന് കളിക്കാം. പക്ഷേ ഇവരിൽ ആരുടെയെങ്കിലും ഒരു കൃതി എടുത്തിട്ട് ആ കൃതിയിൽ വ്യത്യാസം വരുത്തി എഴുതിയാൽ സംഗതി മാറും. കേസിന് പോവാം. അപ്പോൾ പ്രശ്നമാകും. അല്ല, ഇപ്പോൾ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ആളുകളുടെ കൃതിയിൽ ഏതെങ്കിലും ഒരു ദുഷ്ടകഥാപാത്രത്തെ എടുത്തിട്ട് ആ ദുഷ്ടകഥാപാത്രം ഈ എഴുത്തുകാരൻ തന്നെയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് വേറൊരു കഥ എഴുതുന്നു. അങ്ങനെ എഴുതുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും കൂടി അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യും. അവർ വാൽമീകിയുടെ കഥയെ അലങ്കോലപ്പെടുത്തിയതിനെക്കുറിച്ച് അപ്പോഴാരും സംവാദത്തിന് പുറപ്പെടുകയുമില്ല. അങ്ങനെ ഒരു വിചിത്രമായ രചനാ രീതിയും വിചിത്രമായ ഒരു സാംസ്കാരിക രീതിയുമാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക ലോകത്തുള്ളവർ പിന്തുടർന്നു വരുന്നത്. എന്താ പക്ഷേ അത് ഗ്രീക്ക് പുരാണം ഇങ്ങനെ ആരും അലങ്കോലപ്പെടുത്തി ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ലല്ലോ. അതിൻ്റെ ശരിയായിട്ടുള്ള നേർവഴിക്കുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണ് ഇംഗ്ലീഷ് സാഹിത്യത്തെ കാണുന്നത്. ഗ്രീക്ക് സോഫോക്ലീസിനെയോ ഹോമറിനെയോ ആരും ഇങ്ങനെ മാറ്റിമറിച്ച് അലങ്കോലപ്പെടുത്തിയിട്ടില്ല. നമ്മളെ എന്തുകൊണ്ടാണ് ഈ അത് വേറൊരു സംഗതിയുണ്ട്. അതിൽ അങ്ങനെ ഒരു അലങ്കോലപ്പെടുത്തത്തക്ക വിധത്തിൽ ഒരു ദർശനം സ്ഥിതി ചെയ്യുന്നില്ല. ഒരു കഥ മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പോൾ ഇലിയഡിലും ഒഡീസിയിലും മനോഹരമായ ഒരു കഥ, അത്യന്തം സുന്ദരമായ ഗ്രീക്ക് പദങ്ങളുടെ സൗന്ദര്യത്തെ പിഴിഞ്ഞെടുത്തുകൊണ്ട് അതിമനോഹരമായ ഒരു കൃതിക്ക് രൂപകൽപ്പന നൽകിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ എന്തുകൊണ്ടാണ് യുദ്ധത്തിലെ വിജയത്തിൻ്റെ ഏകാശ്രയമായ അഖിലേസ് രാജകുമാരൻ 10 വർഷവും യുദ്ധം ചെയ്യാതെ വെറുതെ ഇരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിക്കുകയില്ല. അങ്ങനെ ചോദിച്ചാൽ തന്നെ അയാൾക്ക് മനസ്സുണ്ടായിരുന്നില്ല, അവിടെ അയാൾ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അങ്ങനെ ഒരു ധർമ്മത്തിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞ കാലത്ത് തന്നെ, ഹെലൻ്റെ വിവാഹം കഴിഞ്ഞ കാലത്ത് തന്നെ അന്ന് ഗ്രീസിൽ ഉണ്ടായിരുന്ന സർവ്വ രാജകുമാരന്മാരും ഹെലനെ കാമിച്ചിരുന്നു. അപ്പോൾ ഹെലനെ കാമിച്ചവരെല്ലാം മെനിലോസിനെ ഹെലൻ വിവാഹം കഴിച്ചതോടെ അവരെല്ലാം ശത്രുക്കളായി സംയോജിതരായി യുദ്ധത്തിന് വരികയാണെങ്കിൽ എല്ലാ രാജാക്കന്മാരും കൂടി ഇവരെ സഹായിച്ചോളാം. അതായത് ആഗമനൻ എന്ന രാജാവിൻ്റെ അനുജനാണ് മെനിലോസ്. അവരെ സഹായിച്ചോളാം എന്നൊരു ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചിരുന്നു. കാരണം ഒരു സ്ത്രീയുടെ വിവാഹത്തിൻ്റെ പേരിൽ ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നു ആ രാജകുടുംബത്തിൻ്റെ നായകനായ രാജാവ്. ഇത് മാത്രമാണ് അതിനകത്തെ ഒരു നിബന്ധനയുള്ളത്. ബാക്കിയുള്ളതെല്ലാം അവരുടെ വിജയത്തിന് അപ്പോഴപ്പോൾ എന്ത് ചെയ്യുന്നതാണോ സൗകര്യം, ആ സൗകര്യമനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊരു ചോദ്യമില്ല എങ്ങും. അങ്ങനെ ചെയ്യാം, അതിനവർക്കൊരു ഉത്തരവുണ്ട്, ഞങ്ങൾക്ക് വിജയിക്കണമെന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ ഒരു ധർമ്മം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ആ മാനുഷിക ധർമ്മം യുഗാന്തരങ്ങൾ കാലം മാറിയപ്പോഴത്തേക്ക് ധർമ്മത്തെക്കുറിച്ചുള്ള ധാരണയും ഒക്കെ അങ്ങ് മാറി. അതുകൊണ്ട് ഇതിലൊന്നും ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല അവർക്ക്. വേറെ ചില രാഷ്ട്രീയമായ ആദർശങ്ങൾ പ്രചരിപ്പിക്കേണ്ടി വന്നപ്പോഴും ആ രാഷ്ട്രീയമായ ആദർശങ്ങളെ ജനങ്ങളെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതിനും ഈ ഇതിഹാസങ്ങളിലെ ധർമ്മബോധം പലപ്പോഴും ഒരു വിഘാതമായി വന്നു. അപ്പോൾ നമ്മുടെ ഇതിഹാസം മാറ്റിമറിക്കേണ്ടി വന്നു. അപ്പോൾ ഈശ്വരവിശ്വാസം, ഈശ്വരനില്ല എന്ന് പഠിപ്പിച്ചെങ്കിലും ആളുകൾക്ക് ഒളിവിൽ ഈശ്വരവിശ്വാസം പിന്നെയും നിലനിൽക്കുന്നതായി തോന്നി. അങ്ങനെ വരുമ്പോൾ രാമൻ എന്ന പ്രാചീനമായ ധർമ്മബോധത്തിൻ്റെ അന്യത്ര അദൃഷ്ടമായ വിഗ്രഹത്തെ ഉടയ്ക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെയാണ് തല്ലി ഉടയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഉടച്ചു വാർത്ത് വേറെ കൃതികൾ എഴുതേണ്ടി വന്നത്. അപ്പോൾ രാമായണത്തിന്
പുതിയ വ്യാഖ്യാനങ്ങളായി, രാമായണത്തിൽ നിന്ന് പുതിയ കാവ്യങ്ങളായി, പുതിയ നോവലുകളായി, പുതിയ കൃതികളായി, പുതിയ നാടകീയ സന്ദർഭങ്ങൾ എടുത്തുകൊണ്ടുള്ള ഖണ്ഡകവിതകളായി, ലിറിക്കുകളായി, ഭാവഗീതങ്ങളായി ഇങ്ങനെ മാറി മാറി വന്നു. ഇപ്പോൾ സീത രാമനെ പഴി പറയുന്നതായി. അത് കുമാരനാശാൻ എഴുതി, വാൽമീകി എഴുതിയിട്ടില്ല. ഇല്ല. പക്ഷെ ആശാൻ അതിൻ്റെ രണ്ടാം ഖണ്ഡത്തിൽ സമാധാനം പറയും. അതിനെല്ലാം പരിഹാരം അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. സീതയ്ക്ക് അങ്ങനെ തൽക്കാലം എന്ന് തോന്നിയെങ്കിൽ തന്നെയും ഇത് ഈ പരാർത്ഥ ജീവികൾക്കെതിരില്ലാത്ത ദർശനം ഭവാൻ, അന്യർക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ ബലികഴിക്കുന്നവരുടെ ത്യാഗബുദ്ധികളായ ആളുകളെ എടുത്തു നോക്കുമ്പോൾ അങ്ങ് എതിരില്ലാത്ത നിദർശനമാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനങ്ങനെ ഒരു പരിഹാരവും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാതെ വാൽമീകിയെ വെറുതെ എടുത്ത് ചിക്കിച്ചകഞ്ഞ് അദ്ദേഹം വൃത്തികേടാക്കുന്നില്ല. മറ്റുള്ളവർ അങ്ങനെയല്ല ചെയ്തത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് രാഷ്ട്രീയമായ കാരണമാണ്. പുതിയ ഒരു രാഷ്ട്രീയ സംഹിതയെ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ട് സ്ഥിതി സമത്വ അധിഷ്ഠിതമായ മറ്റൊരു സാമൂഹിക വ്യവസ്ഥിതി ഇവിടെ ആവിർഭവിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന ധർമ്മബോധത്തെ ഉടച്ചു വാർക്കേണ്ടി വന്നു എന്നത് ഒന്ന്. പിന്നെ നിരീശ്വരവാദവും ഭൗതികവാദവും വേണം. ഇവിടെ ഈശ്വരവാദം അല്ലെങ്കിൽ ആസ്തിക്യ ബോധവും പിന്നെ ആധ്യാത്മികതയുമാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആണിക്കല്ലുകളെന്ന് വന്നപ്പോൾ അത് രണ്ടും ഇളക്കണമെന്ന് വന്നു. മറ്റേടത്ത് അത് ഉണ്ടായിരുന്നില്ല. ഇളക്കിയില്ലെങ്കിലും ചോദ്യം ചെയ്യപ്പെടണം. ഇളക്കി എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. കാരണം അവർ തന്നെ ഈ ഈശ്വരവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലുള്ളവർ അമ്പലത്തിൽ പോകുന്നതിനെ ചോദ്യം ചെയ്യാതെ ഇരിക്കുന്നവരാണ് നമ്മുടെ ഈ നിരീശ്വരവാദികളായ നേതാക്കന്മാരെല്ലാവരും. അപ്പം അങ്ങനെ അവർക്ക് ഈ കാപട്യത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി എടുത്ത് പ്രയോഗിക്കേണ്ടി വന്നു. കാപട്യത്തിന്മേൽ, ചതിയിന്മേൽ, വഞ്ചനയിന്മേൽ, കളവിന്മേൽ ഒരു രാഷ്ട്രം, മഹത്തായ ഒരു രാഷ്ട്രം പടുത്തുയർത്താൻ സാധ്യമല്ല എന്ന സദ്വൃത്തതയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രം അവർക്ക് മനസ്സിലാകാത്തതുമായി. അപ്പോൾ ഇവിടെ അക്കിലീസ് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീര്യശൗര്യങ്ങൾക്ക് ന്യൂനത തട്ടുന്ന ഒരു സംഭവമായി ഗ്രീക്ക് ജനതയോ യൂറോപ്യൻ ജനതയോ കാണുന്നില്ല. പക്ഷേ കർണൻ മാറി നിന്നതിനെ അങ്ങനെയല്ല നാം കാണുന്നത്. കർണൻ യുദ്ധത്തിൽ നിന്ന് 9 ദിവസം മാറി നിന്നിട്ട് 10ാമത്തെ ദിവസം ഭീഷ്മർ വീണതിന് ശേഷമേ അദ്ദേഹം യുദ്ധത്തിൽ പ്രവേശിക്കുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ധാർമ്മികമായ പതനമായിട്ട് തന്നെയാണ് നമ്മുടെ ആളുകൾ വിലയിരുത്തുന്നത്. നമ്മുടെ ജനങ്ങൾ അവർക്കത് കർണൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടമുള്ള പ്രവൃത്തിയല്ല. അദ്ദേഹത്തിൻ്റെ ദാനത്തെയെല്ലാം അവർ വാഴ്ത്തുമ്പോഴും ഈ യുദ്ധത്തിന് വന്ന അവരുടെ ഭാഗത്ത് ചേർന്ന 11 അക്ഷൗണിപ്പടയിലെ നായകന്മാരുടെ യുദ്ധ വൈദഗ്ധ്യം നിർണയിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് യുദ്ധം തീരും, എത്ര ദിവസം കൊണ്ട് യുദ്ധത്തിൽ ദുര്യോധനപക്ഷത്തിന് വിജയമുണ്ടാകും എന്നറിയാൻ ദുര്യോധനന് താല്പര്യമുണ്ടായിരുന്നു. അതിനാണ് ഭീഷ്മരെ കൂട്ടത്തിൽ ഏറ്റവും യോദ്ധൃത്വ നേതൃത്വമുള്ള ഭീഷ്മരെ അതിന് ദുര്യോധനൻ നിയോഗിച്ചു. അനേകം യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളയാൾ, പരശുരാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, വസിഷ്ഠൻ്റെ ശിഷ്യൻ, പിന്നെ നാരായണ ഋഷിയുടെ ശിഷ്യൻ എന്നുള്ള നിലയിൽ പേരെടുത്തിട്ടുള്ള ആളുമാണ്. ബദരിയാശ്രമത്തിൽ താമസിച്ച നാരായണ ഋഷിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് കൃഷ്ണൻ ഇവൻ കഴിഞ്ഞ ജന്മങ്ങളിൽ ഒന്നിൽ എൻ്റെ ശിഷ്യനായിരുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. ഭീഷ്മരെ സംബന്ധിച്ച് നാരായണ ഋഷിയാണ് മഹാവിഷ്ണു, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് കൃഷ്ണൻ. അതാണ് ആ ബന്ധം. ഇതിന് അങ്ങനെ ചുമതലപ്പെടുത്തിയപ്പോൾ അദ്ദേഹം എല്ലാവരെയും പരിശോധിക്കാൻ തുടങ്ങി. ഒരു അറ്റം മുതൽ ഇങ്ങനെ പരിശോധിച്ച് വേണാട്ടിൽ നിന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ ഉദയവർമ്മയെ ആദ്യം തന്നെ മാറ്റി നിർത്തപ്പെടുന്നവരിൽ ആദ്യത്തെ ആൾ വേണാട്ടിലെ ഉദയവർമ്മയായിരുന്നു. അദ്ദേഹത്തിന് അടുക്കളയുടെ ഭരണ ചുമതല, സദ്യയുടെ മേൽനോട്ടം, അദ്ദേഹത്തെ അങ്ങനെ അതിനെ മാറ്റി നിർത്തി. അദ്ദേഹം അതിന് വലിയൊരു സർട്ടിഫിക്കറ്റ് സ്ഥാന ലബ്ധിയും ഒക്കെ അദ്ദേഹത്തിനുണ്ടായി. അവാർഡും കിട്ടി അക്കാര്യത്തിൽ. അങ്ങനെ ആണത് പ്രാചീന കേരള ചരിത്രത്തിൽ
പെരിഞ്ചോറ്റ് ഉതിയൻ. അതെ. ഉദയനാണ് ഈ ഉതിയൻ എന്ന് മാറിയത്. പെരിഞ്ചോറ്, ആ വലിയ സദ്യക്കാരനായ ഉദയവർമ്മ മഹാജാരാവ് എന്നുള്ള സ്ഥാനവും നേടിക്കൊണ്ടാണ് അദ്ദേഹം വാളും കക്ഷത്തി വെച്ച് യുദ്ധം തീർന്നപ്പോഴേക്കും വാള് പിടിച്ചു. തിരുമ്പ് പിടിച്ചു ആൾ ഈ വെണ്ടക്കയും അതുമൊക്കെ വാളുകൊണ്ട് അരിഞ്ഞിട്ട് അത് അരിഞ്ഞ് പരിചയക്കകത്തേക്ക് ഇടും. വാളും പരിചയം ഉണ്ടാവില്ല രാജാവാകുമ്പോൾ. ദഹനക്കാരനായിട്ട് അങ്ങനെ അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇങ്ങനെ ഓരോരുത്തരെയും മാറ്റി നിർത്തുകയും ചിലരെയൊക്കെ അവരുടെ ഗ്രേഡ് നിശ്ചയിച്ച് തിരിക്കുകയും ചെയ്തു. അതിൽ രഥി, അർദ്ധരഥി, മഹാരഥൻ, അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കി. അങ്ങനെ വേർതിരിവ് ഉണ്ടാക്കി. അപ്പോൾ അർദ്ധരഥി, രഥി, മഹാരഥനാണ് ഏറ്റവും കൂടിയത്. ഇതിൽ കർണനെ അർദ്ധരഥിയാക്കി. അർദ്ധരഥിയാക്കി. അപ്പോൾ ദുര്യോധനോട് ചെന്ന് പറഞ്ഞു, ഈ പരമഷണ്ഡൻ മഹാരഥിയായിരിക്കുമ്പോൾ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞു. അത് ദുര്യോധനന് ഒരു കാരണവശാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ല, ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടതായി ഭാവിച്ച കർണനെ പിണക്കാൻ പാടില്ലല്ലോ. 10 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും ഇദ്ദേഹം യുദ്ധത്തിലേക്ക് വരുമല്ലോ. അയാളുമായിട്ട് കയർത്ത് അയാൾ യുദ്ധത്തിലേ വരികയില്ല എന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ശരി, അങ്ങയുടെ ഇഷ്ടം പോലെ എന്ന് ദുര്യോധനൻ പറയുകയാണ് ഉണ്ടായത്. അത് ഈ കർണന്റെ ഇംഗിതം മനസ്സിലാക്കിയിട്ട് പറഞ്ഞാണോ? അല്ല, അല്ലേ, കർണനെ കൂടാതെ യുദ്ധം ഇല്ലാന്ന് കർണനെ നിരുത്സാഹപ്പെടുത്താൻ പറഞ്ഞതാണ്. അല്ല, കർണനില്ലാതെ ഒരു യുദ്ധം ദുര്യോധനൻ സ്വപ്നം കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ അങ്ങനെ 10 ദിവസം മാറ്റി നിർത്തണമെങ്കിലേ. അല്ല, അർജുനന് പകരമായിട്ടാണ് കർണനെ ദുര്യോധനൻ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രാജാവാക്കുന്നത്, കാമരൂപത്തിൽ രാജാവാക്കുന്നത്. അതൊക്കെ അതിനുവേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിനൊന്നും പ്രയോജനമില്ലാതെ വന്നു അതിൻ്റെ തക്ക സമയത്ത്. അതാണ് ഈ കൃത്രിമമായിട്ട് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ലഭിക്കാതെ പോകും എന്നുള്ളതാണ് അതിൻ്റെ ഫലം. പലപ്പോഴും കർണൻ്റെ സേവനം വേണ്ട തരത്തിൽ ദുര്യോധനൻ ലഭിക്കാതെ വന്നു. കൃത്രിമമായി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കർണനെ പിടിച്ചു നിർത്തുകയായിരുന്നു. അധാർമികമായി സ്വപക്ഷത്തെ ഉറപ്പിച്ച് നിർത്താനുള്ള പണികളാണ് ദുര്യോധനൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് പലപ്പോഴും കർണനിൽ നിന്ന് കിട്ടേണ്ടുന്ന സേവനം കിട്ടാതിരിക്കാൻ ഈ അധാർമികത കാരണമായി തീർന്നു. പിന്നീട് ഈ 10ാമത്തെ ദിവസം ഭീഷ്മർ വീണല്ലോ. അദ്ദേഹം ശരശയ്യയിൽ കിടക്കുമ്പോൾ എല്ലാവരും ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ച് അദ്ദേഹത്തിന് അഭിവാദ്യവും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങുകയും ചെയ്തിട്ട് ആളുകളെല്ലാം പോയി തീർന്ന് അർദ്ധരാത്രിയും കഴിഞ്ഞ് അന്തരീക്ഷവും വൃക്ഷങ്ങളും സസ്യങ്ങളും പോലും ഉറങ്ങിയ സമയത്ത് ഒരു ജീവിയുടെയും ശബ്ദം പോലും ഇല്ലാത്ത വിധത്തിൽ ഭീകരമായ നിർമോഹത തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഭീഷ്മരുടെ കൈനിലയിൽ ചെറിയ ഒരു ഗദ്ഗതം കർണൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ വന്നിരിക്കുന്നത് കർണനാണ്. ചെന്ന് പാദത്തിൽ തൊട്ടു. അപ്പോൾ അദ്ദേഹം പറയും, നീ വെറുതെ ആവശ്യമില്ലാതെ കയറിക്കിടന്ന് യുദ്ധത്തിൽ മുന്നിൽ കയറിക്കിടന്ന് കളിച്ച് അപമൃത്യു ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് നിന്നെ അർദ്ധരഥി എന്ന് ഞാൻ നിർണയിച്ചത്. നിനക്കത് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എന്ന് പറയും. ഇത് മഹാഭാരതത്തിലെ മാത്രമല്ല, ലോക സാഹിത്യകൃതികളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട, സൃഷ്ടിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അതിമനോഹരവും അതിഗംഭീരവും അത്യന്തം അഗാധമായ വികാരങ്ങളുടെ നിശബ്ദമായ ഒരു തരം പ്രക്ഷോഭവും ഉള്ള ഒരു രംഗമാണ്. ചെന്ന് അദ്ദേഹത്തെ വലം വെച്ച് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് കർണൻ അവിടെ നിന്ന് മടങ്ങിപ്പോരും. അപ്പോൾ കർണൻ്റെ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ അർദ്ധരഥി എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. ആ യുദ്ധത്തിൻ്റെ
ആദ്യം ആ സന്ദർഭത്തിൽ വീര്യം വല്ലാതെ കത്തി ജ്വലിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്ത് കയറിയ അനാവശ്യമായ വീര്യപ്രകടനങ്ങൾ കാണിച്ച് ഈ അമ്പ് കൊണ്ട് ചാവണ്ട അതാണ് എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും വളരെ തീക്ഷ്ണമായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് കുറച്ച് ദിവസം അവൻ വെറുതെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് സഹായിച്ചതാണ്. നീ കുന്തിയുടെ പുത്രനാണല്ലോ. അതാണ്. അപ്പോൾ കർണനെ കുറിച്ചുള്ള ഒരു നല്ല കരുതലാണ്. കരുതലാണ്. അപ്പോൾ കുന്തിയുടെ പുത്രനെ എങ്ങനെയും രക്ഷിക്കാനെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവനെ അർത്ഥരഥിയായി ചിത്രീകരിച്ചത്. അല്ലാതെ അങ്ങനെ അദ്ദേഹം വിചാരിച്ചിട്ടല്ല. എന്നിട്ട് പറഞ്ഞു, കാര്യം ഫലവത്താവുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലും അല്ലയോ പുത്ര, ഞാൻ ഒരു നിർദ്ദേശം ഈ അന്തിമമായ നിമിഷത്തിൽ വയ്ക്കുകയാണ്. എൻ്റെ മരണത്തോടുകൂടിയെങ്കിലും സർവ്വജീവികളെയും ഹനിക്കുന്ന ജിഘാംസുലമായ ഈ മഹായുദ്ധത്തിന് ഒരു അന്ത്യം വരട്ടെ. ഞാനാണെങ്കിൽ മരണം അടുത്തയാളുമാണ്. അധികകാലം യുദ്ധമുണ്ടായാലും ഇല്ലെങ്കിലും അധികകാലം ജീവിച്ചിരിക്കാൻ പോകുന്ന ആളല്ല. ഞാൻ അടുത്തവനാണ്, മരണഗ്രസ്തനാണ്. മരണഗ്രസ്തനായ ഞാൻ ഇപ്പോൾ ശരശയ്യയിൽ ശയിക്കുന്നതിൻ്റെ പേരിൽ ഒരു സമാധാനവും ശാന്തിയും സൈന്യങ്ങളുടെ ഇടയിൽ ഉണ്ടായാൽ അത് ജനങ്ങൾക്കും എല്ലാ യോദ്ധാക്കന്മാർക്കും അത് വളരെ ആനന്ദപ്രദമായ ഒരു സംഗതിയായിരിക്കും. അതുകൊണ്ട് അല്ലയോ കർണ, നീ ദുര്യോധനനെ പ്രേരിപ്പിക്കുക യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാൻ. നീ പറഞ്ഞാൽ അവന് അനുസരിക്കുകയില്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് വരും എന്നും കൂടി ഭീഷ്മർ പറഞ്ഞു. അതിന് വളരെ നേരം കഴിഞ്ഞാണ് കർണൻ മറുപടി പറഞ്ഞത്. ഒരു ശബ്ദവും അനക്കവുമില്ലാതെ കർണൻ അവിടെ നിന്നു. അപ്പോൾ ഭീഷ്മർ ചോദിച്ചു, കർണൻ പോയോ? ഇല്ല, ഞാൻ പോയില്ല, ഞാനിവിടെയുണ്ട്. അങ്ങയുടെ പാദത്തിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പറയുകയില്ല. അതുകൊണ്ട് അങ്ങയുടെ ആ ആഗ്രഹം സാധിച്ചു തരാനും പറ്റുകയില്ല. ദുര്യോധനന് അനിഷ്ടകരമായ ഒരു സംഗതി അദ്ദേഹത്തോട് ഞാൻ പറയുകയില്ല. അതൊരു കാലത്തും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങ് തിരോധാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഉത്തരായണം കാത്തുകിടക്കുന്ന അങ്ങ് തിരോധാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങേക്ക് അറിയാറാകും കുന്തിയുടെ പുത്രനായ കർണൻ യുദ്ധത്തിൽ മരിച്ചുപോയി എന്ന്. അപ്പം അങ്ങനെയും കൂടി ആ ഒരു ഉറപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു, കർണന് ഉണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തായ രാജാവായ നേതാവായ ദുര്യോധനന് വേണ്ടി കർണൻ മരിച്ചുപോയി എന്ന് അങ്ങ് ഇപ്പോൾ തന്നെ സങ്കല്പിച്ചോളൂ എന്ന് കർണൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അനിഷ്ടത്തോടുകൂടി വേർതിരിച്ച് നിർത്തിയതല്ല. അപ്പോൾ ഈ അങ്ങനെ ഒരു തോന്നലുണ്ടായ കാരണം എന്താ? കർണനെ ഇങ്ങനെ മരിച്ചു പോകും, ഞാൻ യുദ്ധത്തിൽ മരിച്ചു പോകുമെന്നുള്ള ഒരു തോന്നലില്ല. കൃഷ്ണൻ നിൽക്കുന്ന ഭാഗം ജയിക്കാൻ പോകുന്നില്ലെന്നറിയാം. അതാണ് കാരണം. കൃഷ്ണൻ നിൽക്കുന്ന ഭാഗത്ത് ജയം ഉണ്ടാവും, ജയിക്കുകയില്ല. അത് ഈ ദൗത്യ നിർവഹണം കഴിഞ്ഞിട്ട് കൗരവന്മാരുടെ ധൃതരാഷ്ട്ര അധ്യക്ഷത വഹിച്ച ഈ ദൗത്യസഭയിൽ നിന്ന് ഭഗവാൻ ചെറിയ തോതിൽ വിശ്വരൂപം കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കർണനെയും കൈക്ക് പിടിച്ച് തൂക്കിയെടുത്തിരുന്നു. കർണനെ വലിച്ച് തലയിൽക്കിട്ടുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കർണ, നിനക്ക് ഇപ്പോൾ വേണമെങ്കിലും ഞാൻ ഒരവസരം തരാം. നിനക്ക് പാണ്ഡവരുടെ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യാം. നീ പാണ്ഡവരിൽ മൂത്തവനാകും, ധർമ്മപുത്രരുടെ സ്ഥാനം പോകും, നീ രാജാവാകും, പാഞ്ചാലി പട്ടമഹർഷിയുമാകും. നീ പണ്ട് പാഞ്ചാലിയെ ആഗ്രഹിച്ചിരുന്നതാണ്. അവളെ പട്ടമഹർഷിയാക്കി വാഴിച്ചുകൊണ്ട് നിനക്ക് ചക്രവർത്തിയായി ഞെളിഞ്ഞിരിക്കാം. നിന്നെ ഞാൻ ക്ഷണിക്കുന്നു ആ ഭാഗത്തേക്ക്. എൻ്റെ വാക്കിനെ പാണ്ഡവന്മാരാരും തട്ടിക്കളയുകയില്ല. അപ്പോൾ പറയും, ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്ത് ഞാൻ മരിച്ചുപോയി എന്ന് അങ്ങ് കരുതിക്കൊള്ളുക. അങ്ങ് നിൽക്കുന്ന ഭാഗത്ത് പരാജയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ വാക്കെനിക്ക് സ്വീകാര്യമല്ല. മരിക്കുകയല്ലാതെ മറ്റൊരു പരിഹാരം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ
ഈ കക്ഷിയും മാറുകയില്ല, വാക്കും മാറുകയില്ല, ദുര്യോധനനെ ഉപേക്ഷിക്കുകയുമില്ല. അഥവാ ഞാൻ ജയിച്ചാൽ തന്നെയും രാജ്യം എനിക്ക് കിട്ടിയാൽ, എൻ്റെ പേരിലാണ് രാജ്യം കിട്ടുന്നതെങ്കിൽ ആ രാജ്യം ഞാൻ ദുര്യോധനന് കൊടുത്ത് ദുര്യോധനനെ ചക്രവർത്തിയാക്കുകയുള്ളൂ. അല്ല, ഞാൻ ചക്രവർത്തിയാകില്ല. അപ്പോൾ ഭേഷ് എന്ന് പറഞ്ഞ് ഭഗവാൻ കർണനെടുത്ത് താഴത്തേക്ക് എറിഞ്ഞിട്ട് എന്നിട്ട് ആ തേര് പോകുന്ന നോക്കി കർണൻ്റെ താഴത്തേക്ക് ഇങ്ങനെ കിടക്കും, എടുത്തെറിഞ്ഞു കളഞ്ഞു. കർണൻ ധരിച്ചു വച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ശാരീരിക ശക്തി ആർക്ക് കൂടുമെന്നാണ്, ആ കർണന് കൂടുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അപ്പോഴാണ് അവനെടുത്ത് തേരിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ധർമാധർമ്മങ്ങളുടെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇങ്ങനെ കുരുക്കഴിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ധർമാധർമ്മ പ്രശ്നത്തിൻ്റെ അത്യന്തമായ സങ്കീർണത കൊണ്ട് ദുർഗമമല്ല ഗ്രീക്ക് സാഹിത്യം, ഗ്രീക്ക് ദുരന്തനാടകങ്ങളും ഗ്രീക്ക് ഇതിഹാസങ്ങളെന്ന് പറയത്തക്ക വിധത്തിലുള്ള കൃതികളില്ല, മഹാകാവ്യങ്ങളെ അവർക്കുള്ളൂ. ആ മഹാകാവ്യങ്ങളൊന്നും ഇങ്ങനെ കീറാമുട്ടികളായി കിടക്കുന്നില്ല. ദാർശനികമായ കീറാമുട്ടികളല്ല, ദാർശനികമായ അപരിഹാര്യമായ പ്രശ്നങ്ങൾ ഉയർത്തുന്ന സങ്കീർണ പ്രതിഭാസങ്ങളല്ല അവയൊന്നും എന്നതുകൊണ്ട് അവയെ അഴിക്കാനോ അവയെ മനസ്സിലാക്കാനോ അവയെ ഗ്രഹിക്കാനോ പ്രയാസങ്ങളുണ്ടായിരുന്നില്ല. ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായ വ്യാഖ്യാനം നൽകത്തക്ക വിധത്തിലുള്ള സാധ്യതകൾ ഈ കൃതികളിൽ കിടക്കുന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ കിട്ടു പുട്ടപ്പ, നമ്മുടെ KV പുട്ടപ്പ രാമായണ ദർശനം എന്ന കൃതിയിൽ ഇത്തരം മാറ്റങ്ങളെല്ലാം വരുത്തി എഴുതിയത്. അത് പക്ഷേ മനോഹരമായ കൃതിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും സ്വീകാര്യം അല്ല എന്നിരുന്നാൽ തന്നെയും അത് കർണാടക സാഹിത്യത്തിലെ ഏറ്റവും മഹനീയമായ ഒരു കൃതി തന്നെയാണ്.